Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Stotram. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. പരിശുദ്ധ പിതാവിന് മഹത്വം. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമുള്ള നാമത്തിന് ഇന്ന് രാത്രികാലം ഞാൻ മഹത്വം കരയറ്റുന്നു. ദൂരത്തു നിന്നും ചാരത്തു നിന്നും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ 19th ഓൺലൈൻ കൺവെൻഷനിൽ ഒരു സ്പീക്കറായി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവത്തിന് എന്നെക്കുറിച്ച് മനസ്സലിവ് തോന്നിയല്ലോ. അതിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എന്നെ എല്ലാ വർഷവും ഞാൻ ഈ ഓൺലൈൻ കൺവെൻഷനിൽ സംസാരിക്കുവാൻ തക്കവണ്ണം പ്രിയ റോസ്ലാൻഡി എന്നെ വിളിക്കാറുണ്ട്. പ്രിയ റോസ്ലാൻഡിയോടുള്ള എൻ്റെ വലിയ സ്നേഹത്തെയും നന്ദിയെയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രിയ ആൻറ്റി ചെയ്യുന്ന എല്ലാ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും സ്വർഗത്തിലെ ദൈവം 100 മടങ്ങായിട്ട് പ്രതിഫലം അയച്ചു മാനിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ ആശംസിക്കുകയാണ്. ആന്റിയെ സകലവിധ നന്മകളാലും കർത്താവ് നിറയ്ക്കട്ടെ, തലമുറകളെ കർത്താവ് ഓർക്കട്ടെ. തീർച്ചയായിട്ടും നിർബന്ധത്താലാണെങ്കിലും കർത്താവിന്റെ ക്രൂശ് ചുമന്ന ശിമോന്റെ മക്കളെ പിൽക്കാലത്ത് കർത്താവ് ഓർത്ത് അനുഗ്രഹിച്ചതുപോലെ ഒരു അനുഗ്രഹം, ഒരു ഇരട്ടി അഭിഷേകത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അനുഭവം ആ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന സകലരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് തുടങ്ങുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അതിപ്രകാരമാണ്: ക്രൂശിക്കപ്പെട്ടവനായി യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായ സമയത്തിനായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ തിരുവചനം കർത്താവിൻ്റെത് കർത്താവേ, അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകുമാറാകണമേ. അടിയനൊന്നുമില്ല കർത്താവേ, ഏതുമില്ല കർത്താവേ. നീ എന്നിൽ വളരണം, ഞാനോ കുറയണം കർത്താവേ. നീ എൻ്റെ നാവായിരിക്കുമെങ്കിൽ കർത്താവേ, ഈ ജനത്തിന് ആവശ്യമായ ദൂത് ഇതിലൂടെ കൈമാറുവാൻ സ്വർഗത്തിലെ ദൈവമേ എനിക്ക് കഴിയുമല്ലോ. അവിടുന്ന് എൻ്റെ നാവായിരിക്കുമാറാകണമേ. ഞാൻ നിന്റെ ലൗഡ് സ്പീക്കറായി നിന്നുകൊള്ളാമെന്ന് കർത്താവേ ഞാൻ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് മാത്രം ഭരിച്ചു നടത്തുമാറാകണം. ദൂതുകളെ മറിച്ചു കളയുവാനോ ആലോചനകളെ വൃഥാവാക്കുവാനോ ദുഷ്ടപിശാചിനെ നീ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദ്യോടൊന്നും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് മാത്രം അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെത് നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പിതാവേ, ദേതോ നീ ഉത്തരമരുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഈ ഗ്രൂപ്പുമായിട്ട് എനിക്ക് വളരെയധികം പരിചയമുണ്ട്. ഈ ഗ്രൂപ്പിലുള്ളവരുമായിട്ട് പരിചയമുണ്ട്. ഒരിക്കൽ കൂടി എന്നെ നിങ്ങൾ ക്ഷണിച്ചതിന് ഞാൻ വളരെയധികം നിങ്ങളോട് നന്ദി പറയുകയാണ്. എല്ലാ അഡ്മിൻസിനും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കർത്താവിന്റെ കാൽവരി മരണവും കൃപായുഗവുമാണല്ലോ.
നമുക്കറിയാം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നതിന്റെ സുപ്രധാന തെളിവാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട ആ വേദഭാഗം. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ അത് ഓർമ്മിപ്പിക്കട്ടെ. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഈ യേശുക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള ഒരു സുപ്രധാന തെളിവാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസിലൂടെ കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് കാണിച്ചു തരുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാതെ മറ്റു ഒരു കാര്യങ്ങളും, ലോകത്തിന്റെ മോഹങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ അറിയാതെ ഞാൻ ആയിരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ ഒരു ദൂത് പരിശുദ്ധ ആത്മാവിന് നമ്മൾക്ക് കൈമാറുവാനുള്ളത്, ഹല്ലേലൂയ, നാം ക്രിസ്തുവിനെ അറിഞ്ഞു എങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ വിട്ടിട്ട്, അതായത് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെയും അവന്റെ സുവിശേഷത്തിന്റെ മാർമിക സത്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ലോകവും ലോകത്തിന്റെ മോഹങ്ങളെയും വിട്ടുപേക്ഷിച്ച് ദൈവത്തിങ്കിൽ മാത്രം ആശ്രയം വെച്ച് മുന്നോട്ട് പോകുവാനാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം, ഉറപ്പുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുക. അതിപ്രകാരമാ, ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നമുക്കറിവുള്ളതും ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുതയുണ്ട്. യേശുക്രിസ്തു മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന സത്യമാണ് അതിൽ എല്ലാ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന ഒരു സത്യം. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ കഷ്ടാനുഭവ ആഴ്ചയാണല്ലോ ഈ ആഴ്ച. ഇന്ന് പെസഹായ, പാസ്ഓവർ ഡേയാ. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ, ഒരു ഭൂരിഭാഗം ക്രിസ്ത്യാനികളും യേശു ക്രിസ്തുവിന്റെ പെസഹ ആചരിക്കുന്ന ഒരു ദിവസമായിരുന്നു. നാളെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ദിവസമായതിനാൽ അത് ഗുഡ് ഫ്രൈഡേ ആയിട്ട് മറ്റുള്ളവർ ആചരിക്കുന്നു. അതിനുശേഷം 3 ദിവസം കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ഓർമ്മയായി അവർ ഈസ്റ്റർ ആചരിക്കുവാൻ ഇടയാകുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ വെറുതെ ചെയ്യുന്നതാണോ? അല്ല, ഒരിക്കലുമല്ല. ക്രിസ്തു യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്നെ പിൻപറ്റുന്നവർക്ക് വേണ്ടി സദാകാലവും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിൾ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാനവരാശി മുഴുവനും പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്നു പോയതായിട്ട് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവം പരിശുദ്ധനാണ്. ആ പരിശുദ്ധനോട് അടുത്ത് സമ്പർക്കം പുലർത്തണമെങ്കിൽ പാപിയായ ഒരു മനുഷ്യന് സാധ്യമല്ല. അശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കത്തില്ല. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളായ ആദവും അവ്വയും ഏദൻ തോട്ടത്തിൽ പാപം ചെയ്യുന്നതുവരെയും പിതാവാം ദൈവം, യഹോവയായ ദൈവം അവരുടെ അടുക്കിലേക്ക് കടന്നു വരുമായിരുന്നു. അവരുമായിട്ട് വെയിലാറുമ്പോൾ അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ, ദൈവവുമായിട്ട് അവർക്ക് സംസർഗമുണ്ടാകുവാൻ, ദൈവവുമായിട്ടൊരു സ്നേഹിത ബന്ധം പുലർത്തുവാൻ ദൈവം അവരെ അനുവദിച്ചു. അങ്ങനെ ദൈവം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. എന്നാൽ പഴയ പാമ്പായ സാത്താൻ ഉപായത്തിൽ അവരെ ചതിച്ചപ്പോൾ, അവരെ കൊണ്ട് ഉപായത്താൽ പാപം ചെയ്തപ്പോൾ ദൈവകൃപയും ദൈവ തേജസ്സും അവരെ വിട്ടു മാറുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ തേജസ്സിനാൽ
മൂടപ്പെട്ട അവർ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായപ്പോൾ അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. ദൈവ സാന്നിധ്യത്തിലേക്ക് അവർ വരുവാനായിട്ട് ഭയപ്പെട്ടു. ദൈവം വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ ദൈവം ഏദൻ തോട്ടത്തിൽ വന്ന് ഹാദത്തെ വിളിച്ചപ്പോൾ, അഹുവയെ വിളിച്ചപ്പോൾ അവർക്ക് അവന്റെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല. കാരണം അവർ പാപത്തിലായി പോയി. അപ്പൊ അവർ ദൈവത്തോട് പാപം ചെയ്തു പോയി. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവസന്നിധിയിൽ പാപം ചെയ്ത ആദവും ഹവ്വയും അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് ജനിച്ച മാനവകുലം മുഴുവനും ആദാമ്യ പാപത്തിന്റെ പരിണത ഫലം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആദത്തിന്റെയും ഹവ്വയുടെയും മക്കളായി ജനിച്ചവർ അവർ ജന്മപാപത്താലും പിന്നീട് അവർ ചെയ്ത പ്രവൃത്തികളുടെ കർമ്മപാപത്താലും മലിനമായി തീർന്നപ്പോൾ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ആ ഏദൻ പറുദീസയിൽ വെച്ചു തന്നെ, ആ ഏദൻ തോട്ടത്തിൽ വെച്ചു തന്നെ, ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ ബൈബിൾ വ്യക്തമായി പറയുന്നു, ലോകസ്ഥാപനത്തിനു മുമ്പേ കുരുളറക്കപ്പെട്ട കുഞ്ഞാടായി യേശു കർത്താവ് നിന്നു. അപ്പോൾ ലോകസ്ഥാപനത്തിനു മുൻപേ ദൈവം പ്ലാൻ ചെയ്ത രക്ഷണ്യ പ്രവൃത്തിയാണ് യേശു കർത്താവിന്റെ കാൽവരി മരണമെന്ന് ഇവിടെ തെളിയുകയാണ്. മനുഷ്യനെ വഞ്ചിച്ച സാത്താനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ കടന്നു വരുന്നുണ്ട്. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച സാത്താന്റെ തല അവൻ തകർക്കുമെന്ന യഹോവയായ ദൈവം അവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, സാക്ഷാൽ ദൈവമായവൻ, ത്രിത്വത്തിൽ രണ്ടാമനായവൻ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നു. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുയേശു. അതിന്റെ പ്രത്യക്ഷമായ തെളിവ് അപ്പസ്തോലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തുയേശു ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ക്രിസ്തുയേശു ദൈവരൂപത്തിൽ ഇരുന്നിരുന്നു. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു. എന്നിട്ട് ഒന്നുകൂടി അത് വ്യക്തമായി പറയുകയാണ്, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും വ്യക്തമായിട്ട് തെളിയിക്കുന്ന ഒരു സുപ്രധാന തെളിവാണ് ഈ വേദഭാഗം. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മാനവരാശിയുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി മനുഷ്യ അവതാരം ചെയ്ത സാക്ഷാൽ ദൈവം എന്ന് ഈ വേദഭാഗങ്ങൾ നമ്മോട് വിളിച്ചു പറയുകയാണ്. ബൈബിൾ വീണ്ടും പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ് എന്ന്. അപ്പോൾ ക്രിസ്തുയേശു എന്തിനു ഭൂമിയിലേക്ക് കടന്നു വന്നു? ഞാൻ പറഞ്ഞു, സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് പാപത്തിനടിമയായി പോയ മനുഷ്യനെ പാപത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിടുവിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്.
അപ്പോൾ ഇവിടെ പറയുന്നു ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാനും വിശ്വാസ്യമായ വചനമാണ് എന്ന്. പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ, തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കൊലോസ്യ ലേഖനം 2 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അതിക്രമങ്ങളും പാപങ്ങളും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ സകല കയ്യെഴുത്തു പ്രതികളെയും അവൻ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ഹല്ലേലൂയ ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി എന്ന്. അപ്പോൾ അതിക്രമങ്ങളും പാപങ്ങളും നമ്മോട് ക്ഷമിച്ച് നമുക്ക് വിരോധവും പ്രതികൂലമായി ശത്രു എഴുതിവെച്ച സകല കയ്യെഴുത്തു പ്രതികളെയും തന്റെ കാൽവരി ക്രൂശിലെ യാഗത്താൽ, ആ മരണത്താൽ, ആ രക്തത്താൽ മായിച്ചു കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും അവരുടെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവരെ പരസ്യ കോലമാക്കി, അല്ലെങ്കിൽ പരസ്യ കാഴ്ചയാക്കി മാറ്റി. ആരെ? വാഴ്ചകളെയും അധികാരങ്ങളെയും സാത്താനെയും അവന്റെ സൈന്യത്തെയും പരസ്യ കോലമാക്കി, പരസ്യ കാഴ്ചയാക്കി എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നത്: ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ? പ്രിയമുള്ളവരെ, അപ്പോൾ മരണത്തെയും പാതാളത്തെയും ജയിച്ച് എന്നും നിത്യ യുഗായുഗം ക്രിസ്തുവിനോടുകൂടി വാഴുവാൻ ഈ ദ്രവത്വമുള്ള ശരീരം മാറി ദ്രവത്വമില്ലാത്ത ഒരു ശരീരം തന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ആ നിത്യ സ്വർഗ സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ ചേർക്കുവാൻ നമ്മുടെ ആരവനാഥൻ വീണ്ടും വരുമെന്നുള്ള പ്രത്യാശയാണ് ഹല്ലേലൂയ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ ഇപ്രകാരമാണ് പ്രസ്താവിക്കുന്നത്: ലോക സ്ഥാപനത്തിനു മുമ്പേ കുരുളറക്കപ്പെട്ട കുഞ്ഞാട്, ലോക സ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പോൾ മാനവകുലം പാപത്തിന്റെ അധീനതയിലാകുമെന്ന് സകലത്തെയും മുന്നമേ അറിയാവുന്ന ത്രികാലജ്ഞാനിയായ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ പ്ലാൻ ചെയ്ത രക്ഷാകര പദ്ധതിയാണ് യേശു കർത്താവിന്റെ കാൽവരി മരണം എന്ന രക്ഷണ്യ പ്രവൃത്തി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ജനിച്ച് വളർന്ന് പിന്നീട് തന്റെ ചിന്തകളാലും പഠിപ്പീരുകളാലും പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരു തത്വചിന്തകനോ മത നേതാവോ രാഷ്ട്രീയ സാംസ്കാരിക നേതാവോ ആയിരുന്നില്ല കർത്താവായ യേശു ക്രിസ്തു. തന്റെ അണികൾക്ക് വേണ്ടി സമരം ചെയ്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് രക്തസാക്ഷിയായ ഒരു നേതാവ്, കേവലം ഒരു നേതാവ് ആയിരുന്നില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒരു രാഷ്ട്രത്തെ പടുത്തുയർത്തുവാനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം അധ്വാനിച്ച് ഒരു രാഷ്ട്ര നേതാവായിരുന്നില്ല കർത്താവായ യേശു ക്രിസ്തു. പിന്നെയോ ബൈബിൾ പറയുന്നു, അവൻ പുരാതനനായ ദൈവം, ആദിയും അന്ത്യവും ഇല്ലാത്തവൻ, ആൽഫയും ഒമേഗയുമായവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായവൻ, അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചതുപോലെ പാപത്താൽ മലിനപ്പെട്ടുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരുവന് മാത്രമേ അത് സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാപമില്ലാത്തവൻ സാക്ഷാൽ ദൈവമാകിയാൽ, സാക്ഷാൽ ദൈവമായവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അവസാനത്തുള്ളി രക്തം വരെയും കാൽവരിയിൽ ഒഴുക്കി. അവസാനത്തുള്ളി രക്തം വരെയും കാൽവരിയിൽ ഒഴുക്കി.
മെഡിക്കൽ സയൻസ് ഇപ്രകാരമാണ് പറയുന്നത്, ഒരുവന്റെ ശരീരത്തു നിന്ന് അവൻ രക്തം വാർന്നു മരിച്ചാൽ അവന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ അല്പം രക്തം ശേഷിക്കും. കാരണം അവസാന ശ്വാസ ഇടിപ്പിന് ശേഷം ആഫ്റ്റർ ലോഡ് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഒരല്പം രക്തം ശേഷിക്കും. നമ്മൾ കർത്താവായ ക്രൂശീകരണത്തിന്റെ ഭാഗങ്ങൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഒരു പടയാളി കുന്തം കൊണ്ടുവന്ന് അവന്റെ വിലാപ്പുറത്ത് കുത്തി ആദ്യം രക്തവും പിന്നെ വെള്ളവും പുറപ്പെട്ടു വന്നു. പ്രിയമുള്ളവരെ, ആദ്യം രക്തം പുറപ്പെട്ടു വന്നു, പിന്നീട് വെള്ളം പുറപ്പെട്ടു വന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ആ പടയാളി കുത്തിയത് അവന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ്. ആ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കിടന്ന അവസാനത്തുള്ളി രക്തം വരെയും അവൻ കാൽവരിയിൽ ചൊരിഞ്ഞു എന്നുള്ളതിന്റെ സുപ്രധാന തെളിവാണ് ആദ്യം രക്തവും പിന്നെ വെള്ളവും പുറപ്പെട്ടു വന്നു എന്നുള്ളത്. തന്റെ അവസാനത്തുള്ളി രക്തം വരെയും നമ്മുടെ പാപത്തിന്റെ, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ കാൽവരിയിൽ യാഗമായി അർപ്പിക്കുവാനിടയായി. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് ഇപ്രകാരം പറയുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇപ്രകാരം പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. സ്വന്തം രക്തത്താൽ തന്നെ. പഴയ നിയമ യാഗപ്രകാരം ഒരു യാഗം പൂർണ്ണമാകണമെങ്കിൽ ഒരു ആട്ടുകൊറ്റന്റെയോ പശുക്കിടാവിന്റെയോ ഒരു കുറുപ്രാവിന്റെയോ രക്തം ഈസോപ്പ് തണ്ടിന്മേൽ മുക്കി അതിനെ കൊന്ന് കണ്ണം കണ്ണമായി മുറിച്ച് അതിന്റെ രക്തം ഈസോപ്പ് തണ്ടിന്മേൽ മുക്കി യാഗപീഠത്തിൽ തളിച്ചാൽ മാത്രമേ ആ യാഗം പൂർണ്ണമാകുമായിരുന്നുള്ളൂ. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. പഴയ നിയമകാലത്തില് ആലയത്തിന് 3 തട്ടുകളുണ്ടായിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഈ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീല മേളിൽ നിന്ന് 2ആയി കീറിപ്പോയി എന്ന് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഇനി ഒരു ഡിവിഷന്റെ ആവശ്യമില്ല. അങ്ങ് അതിവിശുദ്ധ സ്ഥലത്തോളം കടന്നുപോയി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ ലഭിച്ചു. അതുകൊണ്ട് മക്കളെ, അതിവിശുദ്ധ സ്ഥലത്തോളം ഇനി പ്രാകാരമെന്നില്ല, വിശുദ്ധ സ്ഥലമെന്നില്ല, അതിവിശുദ്ധ സ്ഥലത്തോളം കടന്നുപോയി നിങ്ങൾ കർത്താവിനെ ആരാധിക്ക്, കൈയടിച്ച് ആരാധിക്ക്, അന്യഭാഷയിൽ ആരാധിക്കുക എന്നുള്ള സന്ദേശമാണ് അതിന്റെ മർമ്മം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന് യേശു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അവസാനത്തുള്ളി രക്തം വരെയും കാൽവരിയിൽ യാഗമായി അർപ്പിച്ച് നമ്മുടെ വീണ്ടെടുപ്പ് വില അവൻ കൊടുത്ത് നമ്മെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. അവൻ നമ്മെ രക്ഷിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, മോശയുടെ ന്യായപ്രമാണത്തിന് പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ആ ന്യായപ്രമാണം അപ്രാപ്യമായിരുന്നു. അത് മനുഷ്യന് പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം മാത്രം കൊടുക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന പുണ്യാരക്തമായി ചിന്തപ്പെട്ടു. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, മോശയുടെ ന്യായപ്രമാണ പ്രകാരം അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിന്
പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ സാധ്യമല്ലായിരുന്നു. അത് പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്നും നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാകര രക്തമായിട്ട് ചീന്തപ്പെട്ടു, ഒഴിക്കപ്പെട്ടു. അപ്പോൾ മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിച്ച് പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ച് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ, മനുഷ്യനും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ പുനഃസ്ഥാപിക്കുവാൻ മാത്രമല്ല, മനുഷ്യൻ ദൈവത്തോടൊപ്പം എന്നുമായിരിക്കുവാൻ, അർത്ഥാൽ ജീവനോടിരിക്കുമ്പോഴും മരണാനന്തരവും എന്നും ഈ മനുഷ്യൻ ദൈവത്തോടും ദൈവസാന്നിധ്യത്തോടും ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതിയാണ് യേശു കർത്താവിന്റെ കാൽവരി മരണം. ക്രിസ്തുവിന്റെ കാൽവരി മരണം ഈ ലോകത്തിന് സംഭാവന ചെയ്ത സന്ദേശം ഇതാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നടുവിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഒരേ ഒരു നാമം, അത് യേശു കർത്താവിന്റെ നാമമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഈ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ആ കാൽവരി ക്രൂശിൽ 3 ആണുകളിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തോട് അവൻ നിശബ്ദമായി മൗനമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്: സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പിൻ. അത് മൗന ഭാഷയിൽ കർത്താവ് ആ കാൽവരിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, സകലതും പൂർത്തിയായി. അതുകൊണ്ട് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി നീ രക്ഷ പ്രാപിപ്പിൻ. എന്നിലൂടെ അല്ലാതെ രക്ഷയില്ല. മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി ഞാൻ മാത്രമാണ് യാഗമായി തീർന്നത്. അതുകൊണ്ട് എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു മൗനത്തിന്റെ ഭാഷയിൽ അവിടെ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ യേശു എന്ന സത്യത്തെ മനസ്സിലാക്കി ഈ മർമ്മം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് രക്ഷയിൽ വരുന്നവരുടെ ഒരു കൂട്ടമാ ദൈവത്തിന്റെ സഭ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മം ദൈവത്തിന്റെ സഭ. പെന്തക്കോസ്താ നാളിൽ മർക്കോസിന്റെ മാളികമുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് സഭ അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഈ സഭയാണ് കൃപായുഗ സഭ. നമ്മുടെ ഇന്നത്തെ വിഷയം യേശു കർത്താവിന്റെ കാൽവരി മരണവും കൃപായുഗവുമാണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് തൊടാതെ ഇരുന്നാൽ സാധിക്കത്തില്ലല്ലോ, പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ സഭയാണ് കൃപായുഗ സഭ അഥവാ പരിശുദ്ധാത്മയുഗ സഭ. ഈ സഭ കർത്താവിന്റെ മരണശേഷം പെന്തക്കോസ്താ നാളിൽ സ്ഥാപിക്കപ്പെട്ടതും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ നിലനിൽക്കുന്നതുമായ സഭയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണശേഷം പെന്തക്കോസ്താ നാളിൽ സ്ഥാപിക്കപ്പെട്ടതും യേശു കർത്താവിന്റെ മഹത്വ മേഘപ്രത്യക്ഷത വരെയും നിലനിൽക്കുന്നതുമായ സഭയാ ദൈവത്തിന്റെ സഭ, കൃപായുഗ സഭ. പ്രിയമുള്ളവരെ, കൃപായുഗം എന്താണ് എന്ന് ചിന്തിച്ച് ഈ സന്ദേശം വൈൻഡപ്പ് ചെയ്യുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ദാനിയേൽ പ്രവചനം നാം പരിശോധിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത തന്റെ സ്വന്തം ജനമായ യഹൂദ ജനത്തിനു വേണ്ടിയും അവരുടെ വിശുദ്ധ സ്ഥലമായ യെരുശലേമിനു വേണ്ടിയും ദൈവത്താൽ നിയമിക്കപ്പെട്ട 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ 70 ആഴ്ചവട്ടങ്ങളിലെ 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും മധ്യേ ഒരു കാലഘട്ടമുണ്ട്, ഒരു കാലയളവ്, ഒരു ബ്രാക്കറ്റ് പീരീഡ് അവിടെ ഉണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്ന 69-ാം ആഴ്ചവട്ടത്തെ തുടർന്ന് ഇസ്രായേലിനെ സംബന്ധിക്കുന്ന 70-ാം ആഴ്ചവട്ടം ആരംഭിക്കുന്നത് വരെയുള്ള ആ ഇടക്കാല ബ്രാക്കറ്റ് പീരീഡിനെയാണ് ക്രൈസ്തവ സഭാ പീരീഡ് അഥവാ കൃപായുഗം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമില്ലല്ലോ.
കൃപായുഗത്തെ കുറിച്ച് നിങ്ങൾക്ക് അല്പമെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്. ഈ കൃപായുഗത്തിന്റെ അഥവാ ഈ കാലയളവിന്റെ പ്രാരംഭത്തിലാണ് ദാനിയേൽ പ്രവചിച്ചതുപോലെ അഭിഷിക്തനായ ക്രിസ്തു ഛേദിക്കപ്പെട്ടത്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷമാണ് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും സഭായുഗത്തിന്റെ ആരംഭം കുറിക്കുന്നതും. ഇനി ഈ കൃപായുഗം അവസാനിക്കുന്നത് കർത്താവിന്റെ മേഘപ്രത്യക്ഷതയോടുകൂടിയാണ്. കർത്താവ് മടങ്ങി വരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് കടന്നുപോയി. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, പിതാവിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ കടന്നു പോകുകയാണ്. ഒരിക്കൽ ആ സ്ഥലം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും കടന്നു വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. എത്ര വലിയ വാഗ്ദത്തം തന്നിട്ടാ കർത്താവ് കടന്നുപോയത്. അപ്പോസ്തലനായ പൗലോസ് കർത്താവ് ഈ പറഞ്ഞതിനെ അരക്കുട്ട് ഉറപ്പിച്ചുകൊണ്ട് തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കൽ 4:16 പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലാ നാളും കർത്താവിനോട് കൂടിയായിരിക്കും. അപ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പോൾ കർത്താവ് തന്റെ മണവാട്ടി സഭയെ ചേർത്ത് മധ്യാകാശത്തിൽ കൂടി കടന്നു പോകുവാനായിട്ട് വേഗം വരും. നാം എല്ലാവരും അക്ഷരായി രൂപാന്തരപ്പെടും. ഈ മർത്യ ശരീരം അമർത്യതയുള്ളതായി മാറും. ദ്രവത്വമുള്ള ഈ ശരീരം അദ്രവത്വമുള്ളതായി തേജസ്കരിക്കപ്പെട്ട ശരീരമായി മാറും. ആ ശരീരത്തിന് പിന്നീട് മരണമില്ല. യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരം പോലെ നമ്മുടെ ശരീരമായി തീരും. ഇങ്ങനെ നാം എല്ലാ കാലവും കർത്താവിനോട് കൂടിയായിരിക്കും. ഇങ്ങനെ നാം കർത്താവിനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ ഈ കൃപായുഗ സഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. സമഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ സഭയ്ക്ക് കർത്താവ് വാഗ്ദത്തം നൽകിയ അല്ലെങ്കിൽ ഇന്ന് നമ്മോടുകൂടെ ആയിരിക്കുന്ന വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവും എടുക്കപ്പെടും. അങ്ങനെ ദൈവസഭയും കാര്യസ്ഥനായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് കൊണ്ട് അവിടെ കൃപായുഗം അവസാനിക്കുകയാണ്. അപ്പോൾ കൃപായുഗം ആരംഭിച്ചതും അവസാനിച്ചതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പിന്നെ നടക്കുന്നത് 7 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന്റെ സഭ ഇവിടെ നിന്ന് കടന്നുപോയി, വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവും കടന്നുപോയി. അതിനുശേഷം 7 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ് ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നാം കണ്ടു, യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പെന്തക്കോസ്ത നാളിൽ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മമാകുന്ന സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. കൃപായുഗം ഇവിടെ ആരംഭിക്കപ്പെട്ടു. ഇന്ന് നമ്മെ കൃപായുഗ സഭ എന്നാണ് അറിയപ്പെടുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ സഭയെ ചേർക്കുവാൻ മടങ്ങി വരും. അപ്പോൾ പരിശുദ്ധാത്മാവും സഭയും ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ നോക്കി പറക്കിയ നാം, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവും ഇവിടെ നിന്ന് പോകും. കൃപായുഗം, ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇവിടെ അവസാനിക്കും. പിന്നീട് എതിർ ക്രിസ്തുവിന്റെ ഒരു ഘോര ഭരണം ഈ ഭൂമിയിൽ ഉണ്ടാകും. ഇതിനെ മഹോപദ്രവകാലമെന്നും യാക്കോബിന്റെ കഷ്ടകാലമെന്നും എതിർ ക്രിസ്തുവിന്റെ ഭരണകാലമെന്നും ഒക്കെ ബൈബിൾ പറയുന്നുണ്ട്. മനുഷ്യൻ മഹാവ്യാധികളാൽ ബാധിക്കപ്പെടുന്ന ഒരു കാലമായിരിക്കും അത്. മനുഷ്യന്റെ മനസാക്ഷി മരവിച്ച് മനുഷ്യന്റെ
എന്തു പറഞ്ഞ പൈശാചികനും പ്രാകൃതവുമായ മനുഷ്യർ ജീവിക്കുന്ന ഒരു നിലവാരത്തിലായിരിക്കും ഭൂമിയിലെ അവസ്ഥ. വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥകൾ ഉണ്ടാകും. അന്ന് ജീവിക്കുന്നവരെ നിഷ്കരണം വലിച്ചു കടിച്ച് കീറി തിന്നുന്ന വന്യമൃഗങ്ങൾ നാടിലേക്ക് ഇറങ്ങുവാനിടയാകും. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. വളരെ വിഷമകരമായ സംഗതിയാണെങ്കിലും ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇത് മുഴുബലത്തോടുകൂടി വെളിപ്പെടുന്നത് ഈ ആന്റിക്രൈസ്റ്റിന്റെ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിലായിരിക്കുമെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഒരു ഭരണാധികാരിയും ഇത്രയും നാളും കാഴ്ചവെക്കാത്ത ക്രൂര ഭരണം ഈ എതിർ ക്രിസ്തു ഇവിടെ കാഴ്ചവെക്കുവാനിടയാകും. എതിർ ക്രിസ്തുവിന്റെ കൊടും ക്രൂരതയുടെ ഭരണകാലം എന്ന് വേണേ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. ആ കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരണം അന്വേഷിക്കുമെന്നാൽ മരണം കാണുകയില്ല താനുമെന്ന ബൈബിൾ പറയുന്നത്. മരിക്കാൻ കൊതിക്കും, എന്നെ ഒന്ന് കൊന്നു തരണമേ എന്ന് നിലവിളിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാൽ അവർക്ക് മരണം സംഭവിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ എതിർ ക്രിസ്തുവിന്റെ ഘോര ഭരണത്തിൽ മനുഷ്യൻ എത്തിച്ചേരാതിരിക്കുവാൻ, അതിലൂടെ കടന്നു പോകാതിരിക്കുവാൻ ക്രിസ്തു നമുക്കായി ഒരുക്കിയ രക്ഷണ്യ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം. കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തിൽ കൂടി കടന്നു പോകുകയില്ല. അതിനു മുമ്പായി കർത്താവ് തന്റെ സഭയെ ചേർക്കുന്നതിനാൽ കർത്താവിനോടുകൂടി അവർ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുവാനിടയായി തീരും. അപ്പോൾ ഇത് എന്നെ കേൾക്കുന്ന യേശുവിനെ ഇതുവരെയും സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ദൈവസ്നേഹത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, പ്രിയമുള്ളവരെ, ആ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ, ഘോര ഭരണത്തിൽ ഉൾപ്പെട്ടു പോകാതിരിക്കുവാൻ നമുക്കൊരു മാർഗം കർത്താവ് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, അവനിലൂടെയുള്ള രക്ഷ സൗജന്യമാണ്. ക്രിസ്തുവേശുവിലൂടെയുള്ള രക്ഷ അത് നമുക്ക് സൗജന്യമായിട്ട് കർത്താവ് തന്നതാണ്. അതിപ്രകാരമാണ്. പാപത്തിന്റെ പരിഹാരമായി തീർന്ന യേശുക്രിസ്തുവിലും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലും വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച ഏവനും സൗജന്യമായി രക്ഷ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ രക്ഷ സൗജന്യമായി കരസ്ഥമാക്കുവാൻ, ഈ കൃപായുഗത്തിൽ കരസ്ഥമാക്കുവാൻ ദൈവവചനം നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ നിങ്ങളോട് അതിനെയാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ തന്റെ ഏകജാതനായ പുത്രൻ ക്രിസ്തു, അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ള ഉറപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, തീരുമാനം നിങ്ങളുടെയാണ്. ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ വചനത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാക രക്തമാകിയാൽ ഹല്ലേലൂയ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നതാകിയാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്നവർക്ക് ഇനിയൊരു ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ ജഡപ്രകാരമല്ല, ആത്മാവിനെ അനുസരിച്ചു ജീവിക്കുന്നവർക്ക് ഇനിയൊരു ന്യായവിധി ഒരു ശിക്ഷാവിധി ഉണ്ടാകുകയില്ല എന്ന് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ,
ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഈ ലോകമെമ്പാടും ഇന്ന് പെസഹ ആചരിക്കുമ്പോൾ, നാളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം ആചരിക്കുമ്പോൾ, ഞായറാഴ്ച ഈസ്റ്റർ കൊണ്ടാടുമ്പോൾ, പ്രിയമുള്ളവരെ, അല്ലലിയ വാസ്തവമായും യേശു ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു, എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, എന്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടു, എന്തിനു വേണ്ടി അടക്കപ്പെട്ടു, എപ്രകാരം ഉയർത്തെഴുന്നേറ്റു, അവൻ ഇനിയും തിരികെ വരും എന്ന പ്രത്യാശ അല്ലലിയ എപ്രകാരം അല്ലലിയ ഒരു മനുഷ്യൻ വിശ്വസിക്കണമെന്ന് അല്ലലിയ മാർഗനിർദ്ദേശം നൽകിയാണ് അല്ലലൂയ സ്തോത്രം ആ ബൈബിൾ നമ്മെ അല്ലലിയ കൊണ്ടെത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കണമെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി നാം സ്വീകരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് ക്രിസ്ത്യാനികളുടെ ഒരു ഉപദേശമല്ല, ഇത് ഏതെങ്കിലും മതത്തിന്റെ ഒരു ഉപദേശമല്ല. ഇത് വാസ്തവമായും ദൈവിക നിയമങ്ങളുടെ അല്ലലിയ പട്ടികയാണെന്ന് ഞാൻ ഇവിടെ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ മാന്യ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചവരെയോട് അല്ലിയ ദൈവിക വിശുദ്ധിയിലും വേർപാടിലും മുന്നോട്ട് പോയി അന്ത്യത്തോളം വിശ്വസ്തരായി നിന്ന് ജീവകരീടം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ യേശുവിനെ ഇതുവരെയും സ്വീകരിക്കാത്തവരോട് യേശുവിനെ സ്വീകരിച്ച് വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങൾ നിങ്ങളെ ദൈവനാമത്തിൽ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളാരും നശിച്ചു പോകരുത്, നിങ്ങളെല്ലാവരും നിത്യജീവനെ പ്രാപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അല്ലലിയ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനിവിടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിനോടും അതിന്റെ എല്ലാ അഡ്മിൻസിനോടും പ്രത്യേകാല പ്രിയ റോസ്ലാൻഡിയോടുമുള്ള എന്റെ സ്നേഹത്തെയും നന്ദിയെയും അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവപാദപീഠത്തിൽ താണിരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് കർത്താവിന്റെ വരവിനായിട്ട് നോക്കി പാർക്കാം. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.